നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കായ കൊണ്ട് ഉണ്ടാക്കുന്ന നല്ലൊരു കാളൻ റെസിപ്പിയാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് കാളനാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ കാളൻ ഉണ്ടാക്കുന്നതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ നേന്ത്രക്കായ അരിയണം. ഇവിടെ ഞാൻ ഒരു നേന്ത്രക്കായ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ആദ്യം നെടുനീളനെ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം കട്ടി കുറച്ചിട്ട് ഇതേപോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇവിടെ പച്ച നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത്, ചെറിയ കായല്ല. നെക്സ്റ്റ് അടുത്തത് നമുക്ക് മുറിച്ച് കൊടുക്കാം. അങ്ങനെ ടോട്ടല് ഒരു കായ കംപ്ലീറ്റ് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതെന്തിനാ വെള്ളത്തിലേക്ക് ആക്കുന്നതെന്ന് വെച്ചാൽ കായക്ക് കറ കൂടുതലാണ്, അപ്പോൾ പെട്ടെന്ന് കറുത്ത കളർ വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലോട്ട് ഇതിടുന്നത് അരിഞ്ഞിട്ട്. നെക്സ്റ്റ് ഞാനിവിടെ ഒരു കറിപ്പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള കായ ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അടുത്തതായിട്ട് 2 പച്ചമുളക് ഇതേപോലെ നടു കീറിയിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ മുളക് പൊടി ഇട്ട് കൊടുക്കണില്ല. അപ്പോൾ കൂടുതൽ എരിവ് ആവശ്യമുള്ള ആൾക്കാർ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഇതിൽ ചേന കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ പഴത്തിൻ്റെ പകുതി ചേന ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ചേന ഇട്ട് കൊടുക്കണില്ല. അപ്പം ഇനി ഇത് നമുക്ക് വേവിക്കാൻ വെക്കാം. അടുത്തത് നമുക്ക് കാളനിലേക്ക് അരപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് നന്നായി അരച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ അരപ്പ് നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ കറി കായ വെന്ത ശേഷം അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ കായ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മളുടെ തേങ്ങ അരപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ അല്പം വെള്ളത്തിൻ്റെ കുറവ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് നല്ല പുളിയുള്ള തൈര് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 1/2 കപ്പ് തൈരാണ് എടുക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉപ്പ് കറക്റ്റാണോ ഞാൻ നോക്കി നോക്കട്ടെ കേട്ടോ. ഇതിലെല്ലാതും കറക്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തൂമിച്ചിട്ട് ഇട്ട് കൊടുക്കാം.
ഇനി തീ ഓഫാക്കി കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് സീസണിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കുഞ്ഞൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി, കാരണം കൂടുതൽ ഓയിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോളൊക്കെ വരുള്ളൂ. അപ്പോൾ നമ്മളുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അല്പം കടുക് ഇട്ട് പൊട്ടിക്കാം. ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കുക, കറിവേപ്പില. നമുക്ക് വേണമെങ്കിൽ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഉണക്കമുളക് ഇട്ട് കൊടുക്കണില്ല. ഇവിടെ കടുകും വേപ്പില മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സീസണിങ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ നല്ല ടേസ്റ്റുള്ള സദ്യയിലും എല്ലാത്തിലും യൂസ് ചെയ്യുന്ന കാളൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.